ഹായ് ഓൾ, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് നമ്മുടെ തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഒരുപാട് നാളായി അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും റിക്വസ്റ്റ് വരാറുള്ളതാണ് കുറച്ച് തിയറി ബേസിസിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന നമ്മുടെ കംപ്ലയൻസ് റെഗുലേറ്റർ എന്ന് പറയുന്ന ടോപ്പിക് ഉൾപ്പെടെയുള്ള ഒരു വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അബ്യൂസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അബ്യൂസുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറയണം ABCD ഓപ്ഷൻസിൽ. അപ്പൊ ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കോസസ് അൺനെസസറി ഓർ അൺഇൻറ്റൻഷണൽ ഹെൽത്ത് കെയർ കോസ്റ്റ് എന്ന് പറയുന്നതാണ് അബ്യൂസ്, അല്ലെ? അതായത് നമ്മൾ എന്താണ് അൺനെസസറി അല്ലെങ്കിൽ അൺവാണ്ടഡ് ഒക്കെ ആയിട്ടുള്ള ഹെൽത്ത് കെയർ കോസ്റ്റുകൾ അത് വരുന്നതാണ്, അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അബ്യൂസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഫിസീഷ്യൻസ് ചെയ്യുന്നതാണ്, നോട്ട് പണിഷബിൾ ആണ്, ഓൾവേസ് ഇന്റൻഷണൽ ആണെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രോഡ് ആൻഡ് അബ്യൂസ് ആർ കൺട്രോൾഡ് ബൈ. അതായത് താഴെ തന്നിരിക്കുന്നതിൽ CMS, FDA, OAG, CDC ഇതിലേതാണ് ഫ്രോഡ് ആൻഡ് അബ്യൂസ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OAG, അല്ലെ? ഓഫീസ് ഓഫ് ഇൻസ്പെക്ടർ ജനറൽ എന്ന് പറയുന്ന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആ ഒരു ഏജൻസിയാണ് ഈ ഫ്രോഡ് അബ്യൂസ് പോലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ കൺട്രോളുകൾ അല്ലെങ്കിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുത്തുന്നത് അവരാണ്. സോ OAG ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അൺസർട്ടൈൻ ഡയഗ്നോസിസ് ഇൻ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ് ആർ കോഡഡ് ആസ്. ഓപ്ഷൻ എ കൺഫേംഡ് ഡയഗ്നോസിസ്, ദെൻ പ്രോബബിൾ ഡയഗ്നോസിസ്, സൈൻസ് ആൻഡ് സിംറ്റംസ്, നോ കോഡിംഗ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഇതിൽ നമുക്കറിയാം, അതായത് OP സെറ്റിംഗിൽ വന്നിട്ട് ഒരു കറക്റ്റ് ഒരു ഡയഗ്നോസിസ് ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെയുള്ള സൈൻസ് ആൻഡ് സിംറ്റംസിന് മാത്രമാണ്. സോ ഓപ്ഷൻ ഇസ് സി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ബ്രാഡികാർഡിയ മീൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ബ്രാഡികാർഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്കറിയാം, ബ്രാഡി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്ലോ എന്നുള്ളതാണ്. കാർഡിയ മീൻസ് അത് ഹാർട്ട് ബീറ്റിനെ ഉദ്ദേശിച്ച് വരുന്ന ഒരു ടേമാണ്. സോ സ്ലോ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ആണ് ബ്രാഡികാർഡിയ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, which of the following is a disorder in causing paralysis of the facial nerve. അതായത് താഴെ പറയുന്നതിൽ ഫേഷ്യൽ നെർവിന്റെ പാരലൈസിസിനെ വിളിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഇതിൽ ബെൽസ് പാൽസിനെയാണ് നമ്മൾ, അഥവാ ഓപ്ഷൻ ഡി, അതാണ് നമ്മൾ എന്താണ് ഫേഷ്യൽ പാരലൈസിസ് ആയിട്ട് കൂടി പറയാറായിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആസൈറ്റ്സ്. ആസൈറ്റ്സ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ അബ്ഡോമനിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ആസൈറ്റ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ തന്നിട്ടുള്ളതിൽ നമുക്ക് ഓപ്ഷൻ എ ആണ് ആസൈറ്റ്സിന് ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ എളുപ്പമായിട്ടുള്ള കുറച്ച് ടേംസ്, കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നോർമലി പേപ്പറിൽ കാണാറുള്ള പോലത്തെ കുറച്ച് എന്താണ് നമ്മുടെ CNRമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെർമിനോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ വരാവുന്ന ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക്, ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.